ഗൈസ്, എല്ലാവർക്കും സൽമാൻ യൂട്യൂബ് ചാനലിലെ ലെറ്റ്സ് പ്ലേ 4ലേക്ക് സ്വാഗതമുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അയൺ ഫാം ഉണ്ടാക്കുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. അതിന് മുമ്പിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഒരു വില്ലേജറിന് അന്ന് ക്യൂർ ചെയ്ത വില്ലേജറില്ലേ ഗൈസ്, അപ്പം നമ്മളാണെങ്കിൽ അന്ന് ക്യൂർ ചെയ്ത വില്ലേജറിനെ ആണെങ്കിൽ പിടിച്ചിട്ട് പണി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇത്രയും അവനെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ലെവൽ വരെ എത്തിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ലെവൽ ഇതും അതും കൂടെ അൺലോക്ക് ചെയ്യണം ഗൈസ്. അപ്പം ഇവനാണെങ്കിൽ ക്യൂർ ചെയ്തെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ വില കുറച്ചൊന്നും തരുന്നില്ല. അതെന്തോ മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്, അറിയാലോ. ഇത് പിന്നെ ഞാൻ എവിടെയോ ഒരിടത്ത് ഒരുത്തനെ പിടിച്ച് ഇട്ടിട്ടുണ്ട് മെൻഡിങ്ങിന്റെ. അവനെ കാണുന്നില്ല. അവനെ പിടിച്ചിട്ട് മെൻഡിങ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ എന്താ സോഡി മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ലാസ്റ്റ് കണ്ടായിരുന്നല്ലോ, സോഡാണെങ്കിൽ പൊട്ടാറായിരിക്കുമായിരുന്നു. അപ്പോൾ എവിടെയാ ലൈബ്രറിനെ പിടിച്ചിട്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാനൊന്ന് തപ്പി കണ്ടു ഗൈസ്. ഞാനാണെങ്കിൽ ഇങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെയാണ് നമ്മൾ അവനെ കുടുക്കിയിട്ടത്. ഞാനാ കുടുക്കിയിട്ടോ, പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇവനാണ് നമുക്ക് മെൻഡിങ് ആയിരുന്നവൻ. ഇവനെ ഫുള്ളൊന്നും അപ്ഗ്രേഡ് ചെയ്യത്തില്ല. അതാണ്ട മെൻഡിങ് വേണ്ട, 22 എമറാൾഡിനാ മെൻഡിങ് ആയിരുന്ന. നമുക്ക് ഇവനെ ഒന്ന് ക്യൂർ ചെയ്യണം. ഭയങ്കര ഇതാ ഗൈസ്, എന്താ മിസ്റ്റേക്ക് ഗൈസ്. ഓക്കെ. അപ്പം നമ്മളാണെങ്കിൽ എന്താ പറഞ്ഞത്, ഓക്കെ ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ നേരെ മെൻഡിങ്ങിൻ്റെ അവനെ ഒന്ന് ക്യൂറൊക്കെ ചെയ്യണം. അപ്പം ഒന്ന് സോംബി വില്ലേജിനെ കൊണ്ട് കടിപ്പിച്ചിട്ട് ക്യൂർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ പ്രത്യേക ഒരു കാര്യം പറയാം, നിങ്ങൾ ട്രേഡ് ചെയ്ത വില്ലേജേഴ്സിനെ ക്യൂർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഹാർഡാക്കിയിട്ട് ക്യൂർ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവന്മാർ പെട്ടെന്ന് ഡെഡായി പോകും ഗൈസ്. എന്നുവെച്ചാൽ അവന്മാരാണെങ്കിൽ അപ്പോഴേ ഡെഡ് ആവും. കാരണം അവന്മാർക്ക് ക്യൂർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റിങ്സിൽ കയറിയിട്ട് ഹാർഡ് ആക്കിയിട്ടില്ലെങ്കിൽ അവന്മാർ അപ്പോഴേ ഡെഡ് ആവും. അതിന് കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയാണ്. അപ്പം നമുക്ക് പോയിട്ട് ഒന്ന് കണ്ടുപിടിക്കണം ഇതിനകത്ത് ലൂട്ടിങ് അല്ല, ഫോർച്യൂണർ എവിടെ കിടക്കുന്നു. എനിക്കൊരു ഫോർച്യൂണർ വേണം. എൻ്റെ ഒരു ഇത് ശവലുണ്ടാക്കിയിട്ട് ആദ്യം ആഡ് ചെയ്യാൻ. ലക്ക് ഓഫ് ദി പ്രൊട്ടക്ഷൻ ഫോർച്യൂണറി. എടാ, ഇതിനകത്തുള്ളത് സിൽക്ക് ടച്ച് ഉണ്ട്. അല്ലെങ്കിൽ ഇനി പിക്കാക്സ് വെച്ച് പൊട്ടിക്കേണ്ട കാര്യം എത്ര സമയം എടുക്കും. നമുക്ക് മറ്റേ ഇതാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അയൺ ഫാം ഉണ്ടാക്കാൻ മറ്റേ ഇത് വേണ്ടേ, അത് പിയേഴ്സിങ്, ബെയിൻ ഓഫ് അർത്തനോസ്, ലോയാത്ത്, മൾട്ടി ഷോട്ട്, പിയേഴ്സിങ്, പവർ 4, മെൻഡിങ് എവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ തന്നെ ഇല്ലേ എടുത്ത് വെച്ച. 1 2 3 4 ഞാൻ എടുത്തിട്ടുണ്ട്. ഫോർച്യൂണർ കാണുന്നില്ല ഗൈസ്, എന്തോന്ന് അറിഞ്ഞൂടാ. ആൻവില് പൊട്ടിയായിരുന്നു, അത് എൻ്റെ കൈ ഇരിപ്പുണ്ട്. ഗൈസ് ആൻവില് പൊട്ടിയോന്ന് 8 എണ്ണം ഉണ്ട്. നമുക്കൊന്ന് ഇത് ഫോർച്യൂണർ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഗൈസ്. കാരണം ഇത് ഫോർച്യൂണർ ചെയ്തിട്ട് കിട്ടുന്നതിനനുസരിച്ച് നമുക്കാണെങ്കിൽ അപ്ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ല, കുറച്ചല്ലേ ഉള്ളൂ. നമുക്കൊന്ന് ഫോർച്യൂണർ ചെയ്ത് നോക്കാം. സിലിക്ക് ടച്ചാണോ? ആണ്. അപ്പം ഞാൻ ഫോർച്യൂണർ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. 24 അയൺ ഓർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. 3 അയൺ ബ്ലോക്കിന് എന്തായാലും ഒരു 9 സംതിങ് വേണം. നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും കുറച്ച് മതിയാവും. ഇത് അന്ന് സ്മെൽറ്റ് ചെയ്ത ഗോൾഡാണ് ഗൈസ്. ഇനി കോള് ഈ പെട്ടിക്കകത്താണ്ട് ഇരിപ്പുണ്ട്. കോളില്ലേ? കോള് ഫോർച്യൂണർ, എല്ലാ ഫോർച്യൂണർ ഞാൻ എടുത്ത് വെച്ചേക്കുക ഗൈസ്. അപ്പം ഞാൻ ഇതും കൂടെ ഫോർച്യൂണർ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് 16 എണ്ണം കിട്ടി ഗൈസ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 6 കോളുണ്ടോ ഞാൻ ഫോർച്യൂണർ ചെയ്ത് 16 എണ്ണം കിട്ടി. ഗൈസ്, പിന്നെന്തോന്ന് വെച്ചാൽ ചില സമയം ഈ ഫോർച്യൂണർ വർക്കാകത്തില്ല ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ ഈ 38 ഗ്രാവലും കൂടെ ഫോർച്യൂണർ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്.
എനിക്ക് മൊത്തത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ 20 വില്ലേജേഴ്സിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളാണ്. അപ്പം ഞാൻ ഒരു 2 സ്റ്റാക്ക് വുഡും പിന്നെ ഇതും കൂടെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ ഇൻവെന്ററി കണ്ടോ ഗൈസ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഫുൾ ആർമറി മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അയൺ ഫാമിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഗാദർ ചെയ്യുന്നെന്ന്. അങ്ങനെ ഗാദറും ചെയ്ത് ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ നെതർ പോർട്ടലും സെറ്റ് ചെയ്ത് നമ്മളെ നെതർ ഹബ്ബ് പോലത്തെ ഒരു ചെറിയൊരു നെതർ ഹബ്ബ് അങ്ങോട്ട് പോകാനുള്ള പോർട്ടലും സെറ്റ് ചെയ്ത് ഗൈസ്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് നമ്മുടെ ഇതിന് വേണ്ടത്. ഇത് 2 ചെസ്റ്റാണ്. ഞാൻ അതിനകത്ത് ഒരു ചെസ്റ്റിനകത്താണെങ്കിൽ ഇവിടെ ഇച്ചിരി ക്ലിയർ ചെയ്തപ്പോഴത്തേക്ക് വേണ്ട സാധനങ്ങളാണെങ്കിൽ മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഈ ഭാഗത്തായിട്ടാണ് അയൺ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ് നമുക്കാണെങ്കിൽ നടന്നു വേണമെങ്കിൽ നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ ഞാൻ കാണിച്ചു തരാം. നടന്ന് പോയി കാണിച്ചു തരാം ഗൈസ്. അപ്പം നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഓടിപ്പോയ സ്ഥലത്ത് എത്തുന്നതാണ് കണ്ട ഗൈസ്, നമ്മുടെ വില്ലേജ് എത്തിയതുണ്ടോ. പിന്നെ ആ സൈഡിൽ ആണെങ്കിൽ കുറച്ച് ലാവയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നേരത്തെ പോയിട്ടുണ്ട് ലാവ എടുക്കാൻ, എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലാവ എടുക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവിടുത്തെ വഴിയൊക്കെ എനിക്കറിയാം. പിന്നെ നമ്മുടെ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഇത് വേണമായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ഷീപ്പിനെ പിടിച്ചിട്ടിട്ട് ഷിയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഈ ഇതുണ്ടല്ലോ മറ്റേ സിൽക്ക് ടച്ചിൻ്റെ പിക്കാക്സ്, അത് വെച്ച് ഞാനാണെങ്കിൽ 3 സ്ഥലത്തെ ഇതാണെങ്കിൽ മൈൻ ചെയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസും ചെയ്ത് പെട്ടിക്കകത്തിരുന്ന മൊത്തം പൂവുകൾ എടുത്തിട്ട് വെച്ച് ഇനി നമുക്ക് കുറച്ച് വേണ്ട നമ്മുടെ ഇൻവെൻട്രിയിലോട്ട് കുറച്ച് ഐറ്റംസ് കയറ്റണം. ശവല് നമുക്ക് ആപ്പാടെ 2 എണ്ണം മതി ഗൈസ്. പിന്നെ ഒരു ടോർച്ച് ഇത്രയും വേണം ഗൈസ്. അപ്പം ഈ പിക്കാക്സും കൂടെ എടുത്തേക്കാം. പിന്നെ നമുക്ക് വേണ്ട ബെഡും. ഓക്കെ ഗൈസ്, ഇത്രയും ഐറ്റംസ് എടുത്ത് പിന്നെ നമുക്ക് വേണ്ട കുറച്ചും കൂടെ ടോർച്ച് വേണം ഗൈസ്. ക്രാഫ്റ്റഡ് പെട്ടിക്കകത്ത് ടോർച്ച് കാണാനുള്ളതാണ്. ഒരു സ്റ്റാക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ 14 എടുത്ത് തിരിച്ച് പെട്ടിക്കകത്ത് എത്തിച്ചേക്കാം. ഇത്രയും ടോർച്ച് മതി ഗൈസ്. അപ്പം നമുക്ക് ബാക്കി പണിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കാണെങ്കിൽ ഒരു ലെയർ വേണം. 1 അല്ല 2 ലെയർ വേണം ഗൈസ്. അപ്പോൾ 2 ലെയർ എടുത്തു ഗൈസ്. അപ്പം 2 ലെയറും എടുത്ത് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ വില്ലേജേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം ഗൈസ്. എന്ന് വെച്ചാൽ അവിടെ ഞാൻ പിടിച്ചിട്ടിട്ടുണ്ട് ഗൈസ് 2 വില്ലേജേഴ്സിനെ. ഒരാളെതോ അതിനകത്തും അവിടെയും പിടിച്ചിട്ടിട്ടുണ്ട്. ഇവന്മാർക്ക് 2 പേർക്ക് പണി ഇവന്മാർ ഇവിടുത്തെ വർക്ക് സ്റ്റേഷനിൽ നിന്ന് എടുത്തെങ്കിലും സത്യം പറഞ്ഞാൽ ഇവന്മാർക്ക് ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പം പ്രശ്നമല്ല, ഇവന്മാർ അങ്ങനെ വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പം ഗൈസ് ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്താ അഴിക്കാത്ത ഓക്കെ സെറ്റ് അതിന് ഓക്കെ ഗൈസ്. ഇനി അപ്പുറത്ത് വേറൊരുത്തനെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവനാണെങ്കിൽ വേറൊരുത്തനാണെങ്കിൽ ഇത് ഏതോ ഒരെണ്ണത്തിനെ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവരെ മാത്രം ട്രേഡ് ചെയ്ത് കുറച്ച് മാപ്പൊക്കെ കിട്ടിയാൽ നമുക്ക് എക്സ്പ്ലോറിങ്ങിന് പോവാം. ഇവനും ഈ പണിയെടുത്ത ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇൻവെൻട്രിയിൽ നിന്ന് ഈ പിക്കാക്സ് എടുത്ത് മാറ്റിയിട്ട് ഈ പോട്ട് ഇവന്മാർക്ക് കൊള്ളാത്ത രീതിക്ക് പൊട്ടിക്കണം. ആ പൊട്ടന് അടിയിട്ട് ഓക്കെ ഗൈസ്. അവനാണെങ്കിൽ അവൻ്റെ പണിസ്ഥലത്ത് പോകുന്ന വാജിന് അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഗൈസ് അവനെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവനെ ഒന്നും ട്രേഡ് ചെയ്തില്ല ഗൈസ്. ട്രേഡ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമല്ല, പക്ഷേ എനിക്ക് ഈ വഴി കൊണ്ടുപോകാം. അപ്പം മറ്റവരാണെങ്കിൽ ഇവന് ബോട്ടിൽ കയറത്തില്ല. ഓക്കെ ഗായ്സ്, അവനെ സേഫായിട്ട് നമ്മൾ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഷൂട്ടിയ എത്തിയ ഒരു പൂച്ചക്കൊട്ട കയറിയിട്ടുണ്ട്, അത് പ്രശ്നമില്ല. ഗായ്സ് നമ്മളാണെങ്കിൽ 2 അവന്മാരെ അവിടെ എത്തിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗായ്സ്. അവന്മാരെ ഫുള്ള് പിടിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. 2 അവന്മാരെയും. 2 അവന്മാർ ഇപ്പോഴും വർക്ക് സ്റ്റേഷൻ അവിടുത്തെ തന്നെയാണ് എടുത്തേക്കുന്നത്. അത് മാറ്റാൻ ഒരു ഐഡിയ ഉണ്ട്. ഒന്നെങ്കിൽ അവൻ്റെ ബോട്ട് പൊട്ടിച്ചിട്ട് ഏതെങ്കിലും വർക്ക് സ്റ്റേഷനോ 2 ബെഡ് വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ 2 വർക്ക് സ്റ്റേഷൻ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവന്മാർ ഇത് പണിയെടുത്താൽ ഓക്കെയാണ് ഗായ്സ്. അവന്മാർ ഇതുവരെയായിട്ട് പണിയെടുത്തിട്ടില്ല. നമുക്ക് 2 ബെഡും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം.
പണിയെടുക്കടാ, പണിയെടുക്കണേ, എടുത്തോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ ബെഡും കൂടെ വെച്ച് കൊടുക്കുമ്പം ഒരാൾ പണിയെടുത്ത്, രണ്ടവന്മാർ പണിയെടുത്ത് ഗൈസ്. ഇവനും കൂടെ ബെഡ് വെച്ച് കൊടുത്താൽ ഓക്കെ സെറ്റ്. ഇനി ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം ഗൈസ്. അവന്മാർ പണി എടുക്കുന്നോന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. കാരണം ചില സമയം ഇങ്ങനെ വരാറുണ്ട്. അവന്മാരാണെങ്കിൽ അവിടുത്തെ പണിയാണെങ്കിൽ ഇങ്ങനെ ലോക്കായിട്ടിരിക്കും, പിന്നെ അത് മാറ്റാൻ ഒക്കത്തില്ല. ചില സമയം അങ്ങനെ വരാറുണ്ട്, അത് ബഗ്ഗാണ്. ബെഡ്റോക്കല്ലേ ഗൈസ്, ഇച്ചിരി ബഗ്ഗൊക്കെ കാണും ഗൈസ്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അവന്മാർ അവിടെ തന്നെ പണിയെടുത്ത്. ഇനി നമുക്കാണെങ്കിൽ ഇവിടെ അയൺ ഫാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കാരണം തോനെ സമയം എടുക്കുക ഗൈസ്. അപ്പം ഞാൻ അയൺ ഫാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ അയൺ ഫാമിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഗൈസ്. ചെറിയ ലാഗ് കാണും, കാരണം ഇത്ര നേരം അയൺ ഫാമിൻ്റെ പണി നോക്കിയിരുന്ന് ഭയങ്കര ലാഗായിരുന്നു. പിന്നെ ഇവിടെ ഫുള്ള് വില്ലേജേഴ്സാണ്, നിങ്ങൾക്കറിയാലോ. അയൺ ഫാം എന്ന് വെച്ചാൽ വില്ലേജേഴ്സിൻ്റെ കോട്ടയാണ് ഗൈസ്. അപ്പം ഞാൻ 30 അയങ്കോളം സ്മോണായി ഗൈസ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അയങ്കോളം സ്മോണാവുന്നത്. ഫസ്റ്റ് വൺ ഈ അയങ്കോളം സ്മോണാവും ഗൈസ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ ആണെങ്കിൽ ഇവ ചാവാറാവുമ്പോഴത്തേക്ക് അടുത്തവൻ സ്മോണാവും. അങ്ങനെ 3 അയങ്കോളം ഒറ്റ ടൈമിൽ തന്നെ സ്മോണാവും ചില സമയം. അപ്പോൾ ഗൈസ് അയൺ ഫാമിൻ്റെ പണി ഏകദേശം അല്ല, മുഴുവനും പൂർത്തിയായി ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ കിട്ടിയ അയൺ മൊത്തം കളക്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ലാഗ് ഗൈസ്. ഞാൻ അവിടെ പോകുന്നില്ല ഗൈസ്, കാരണം അവിടെ ഭയങ്കര ലാഗാണ് ഗൈസ്. ഞാൻ ഇൻവെൻട്രി കിട്ടിയ അയൺ കാണിച്ചു തരാം. 2 സ്റ്റാക്ക് അയണും പിന്നെ 23 അയണുമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ പോയി കാണിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഈ സ്റ്റിക്ക് വരെ കാണിച്ചാൽ ഇവർ അനങ്ങാതിരിക്കും. ട്രാപ്പ് ഡോർ വഴി ആരും കയറിപ്പോയല്ലോ ഗൈസ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ കളക്ഷൻ ചെയ്തിട്ട്. ഒരു മിനിറ്റ്. നമ്മുടെ ഗൈസ് അപ്പം ഇതിന് ഫ്ലവറും കിട്ടും, കുറേ നമ്മുടെ ഫ്ലവറും കിട്ടും, പിന്നെ കുറേ ഇതും കിട്ടും. ചെലന്തുവല്ല, അതിനെന്തോ ഇംഗ്ലീഷ് പറയുന്നത്, സ്ട്രിങ്ങും കിട്ടും ഗൈസ്. അപ്പം സ്ട്രിങ് ഒത്തിരി കിട്ടും. സ്ട്രിങ്ങിനാണെങ്കിലും ബോൺ വീലിനോ അല്ലെങ്കിൽ റെഡ് പൂവിനോ ആണെങ്കിലും അയൺ ഫാം ആണ് ബെസ്റ്റ്. കാരണം അയൺ ഫാം ഇതൊക്കെ അധികമായിട്ട് കിട്ടുന്ന സാധനമാണ്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ സ്ലാബ് വെച്ച് കവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ മോബ്സ് ഇല്ലേ, ചെറിയ കുഞ്ഞു ഇത് കാണും, എന്തോ എൻ്റെ പേര്, പൂച്ച. ആ ക്യാറ്റാണെങ്കിൽ ചെറുതുള്ളതുകൊണ്ട് പ്രശ്നം ഭയങ്കര ഇതാണ്. അവന്മാരാണെങ്കിൽ അവിടെ ക്യാമ്പ് ഫയർ വെച്ചാൽ ആ ചെറിയ ഹോളിൽ കൂടെ ചാടിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡിൽ കൂടെ അവന്മാർ ചാടി പോകത്തില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോ വെച്ചാണ് ഞാൻ ഈ അയൺ ഫാം നിർമ്മിച്ചത്. ഞാൻ ട്യൂട്ടോറിയൽ യൂട്യൂബ് ചാനലിലെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ആദ്യം നോക്കി നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇത് കാണിച്ചില്ല, നെതർ ഹബ്ബ് കാണിച്ചില്ലല്ലോ ഗൈസ്. നമ്മൾ സ്പോണായത് നെതർ പോർട്ടൽ ഫസ്റ്റ് ബിൽഡ് ചെയ്തതിൽ അവിടെ വീട്ടിൻ്റെ അടുത്തല്ലായിരുന്നോ, അവിടെ ബിൽഡ് ചെയ്തപ്പോൾ താഴത്തെ വൈലവലിയായിരുന്നു സ്പോണായത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു മറ്റേ ഈ ബ്ലേസ് റോഡൊക്കെ കിട്ടുന്ന സ്ഥലവും. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞാൻ ബ്ലേസ് റോഡും നെതർ വാട്ടും ഒപ്പിച്ചുകൊണ്ട് വന്നത്. ഇനി നമുക്ക് നെതർ വാട്ട് ഒരു ഫാമും ഉണ്ടാക്കണം. ഇവിടെ ഇപ്പം കൃഷിക്ക് ആവശ്യമുള്ള എല്ലാവരും ആയല്ലോ ഗൈസ്. എല്ലാവരും അവിടെ തന്നെ നിന്നുണ്ട്. ഷീപ്പ്, എൻ്റെ അമ്മ, കൃഷിക്ക് ആവശ്യമുള്ള എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ നേരെ വളഞ്ഞ് ഇതാണ് നമ്മുടെ ബേസിലോട്ടുള്ള നെതർ പോർട്ടൽ. ഇത് നല്ല ഹൈറ്റിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് സൈഡൊന്നും അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ബ്ലോക്കിൻ്റെ ആവശ്യം വരത്തില്ല ഗൈസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാൻ താഴത്തെ നെതർ പോർട്ടൽ പൊട്ടിച്ചിട്ട് ഹൈറ്റ് ബിൽഡ് ചെയ്തത്. താഴത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഗൈസ് ഇവിടെ ആയിട്ട് ആണ് നമ്മുടെ ബേസിൽ പോകാം ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നെതറിൽ പോകുന്നതും പിന്നെ ഇത് ഡയമണ്ട് ആർമർ അല്ലേ ഇപ്പം കിടക്കുന്നത്, ആ ഡയമണ്ട് ആർമർ നേരെ ഞങ്ങൾ നെതറേറ്റ് ആക്കാൻ പോവുകയാണ് ഗൈസ്. അതിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു ഗൈസ്. അയൺ ഫാമിൽ ഉള്ള ചെറിയ പണികളൊക്കെ അതിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു.
കുറച്ച് പണി ഞാൻ വില്ലേജെന്നും റീഡ് ചെയ്ത് മണ്ടലത്തെ കുറച്ച് പണി ചെയ്തപ്പോഴത്തേക്ക് അതിൽ വന്നു. അപ്പം അവനും കയറി കുറേ പണി ചെയ്ത് സഹായിച്ച്. ഇവിടെ നമ്മളാണെങ്കിൽ ഞാൻ കാണിച്ചില്ല വീഡിയോയിൽ കുറച്ച് പിന്നെ ഞങ്ങൾ ഇച്ചിരി ക്യാമ്പ് ഫയറും കൂടെ അവിടെയും കയറ്റി വെച്ച് വുഡ് മൈനിങ്ങിനൊക്കെ പോയ ടൈമിൽ. അപ്പം പിന്നെ ഞാൻ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോയായിരുന്നു, അത് ബിൽഡ് ചെയ്യാൻ നേരത്ത്. ആ ടൈമിൽ കുറച്ച് അയണും കിട്ടിയായിരുന്നു ഗൈസ്. അത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ഈ ഡിസ്റ്റൻസിൽ വരാത്തതുകൊണ്ടാണ് എനിക്കത് കിട്ടാതില്ല. എന്ന് വെച്ചാൽ അത് എനിക്ക് ലോഡാവാതിരുന്നു. ലോഡായാലല്ലേ നമുക്കത് എടുക്കാൻ വെക്കും. ഒരു സ്ഥലത്തെ ഏരിയയിലെ റെൻഡർ ഡിസ്റ്റൻസ് കണക്റ്റായാലേ പറ്റത്തുള്ളൂ. പിന്നെ ഗൈസ് ഇനി ഇഷ്ടം പോലെ ആൻവിൽ ഉണ്ടാക്കാം. അയൺ ഫാം റെഡി ആയതുകൊണ്ട് അതുകൊണ്ട് ആൻവിലിൻ്റെ കാര്യം ഓർത്ത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. നമ്മളാണെങ്കിൽ കിട്ടിയ അയൺ എടുത്തിട്ട് തിരിച്ച് പെട്ടിക്കകത്ത് വെക്കാൻ പോവുകയാണ് ഗൈസ്. ചാർജും ഇല്ല ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നെതർ ആക്സസ് ചെയ്യുന്നതായിരിക്കും. നെതർ കയറി ബാഷനൊക്കെ പോവാൻ ഉള്ള തീരുമാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അപ്പം ബാഷനിൽ പോയിട്ട് നിങ്ങളെയൊക്കെ നാളത്തെ വീഡിയോയിൽ ബാഷനിൽ പോകുന്നതായിരിക്കും നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അധികം ലെങ്ത് ഇല്ലാത്ത വീഡിയോ ആണ്. എന്നത്തെ പോലെ എല്ലാവർക്കും ബൈ ബൈ. ചേട്ടാ ഓഫ് ചെയ്യാക്കുന്നില്ലല്ലോ, 1 സെക്കൻഡ്. ഓക്കെ.